വി.ഡി. സതീശൻ നയിക്കുന്ന യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലേറിയിട്ട് 100 ദിവസങ്ങൾ പിന്നിടുകയാണ്. 100 ദിവസങ്ങൾ പിന്നിടുന്ന യു.ഡി.എഫ് സർക്കാരിൻ്റെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്നുള്ള പൊതുജന അഭിപ്രായം നമുക്ക് തേടാം. സർക്കാർ സൂപ്പറല്ലേ? ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് വളരെ സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു ഗവൺമെൻറ്റാണ്. അത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഓണം വന്നപ്പോൾ തന്നെ എല്ലാ മേഖലകളിലും ഈ ഗവൺമെൻറ് ശ്രദ്ധിച്ചെന്നുള്ളതാണ് നമുക്കിത് പറയാൻ പറ്റുന്നത്. സാധാരണക്കാരോടൊപ്പം എപ്പോഴും നിലനിൽക്കുന്ന ഒരു ഗവൺമെൻറ് തന്നെയാണ് ഉള്ളത്. പക്ഷേ പല രീതിയിലും പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ പോലും അതൊക്കെ ആ ഒരു രീതിയിലങ്ങ് പോകും. പക്ഷേ ജനങ്ങൾക്കൊപ്പം എപ്പോഴും ഈ ഗവൺമെൻറ് ഉള്ളതെന്നുള്ളതാണ് ഏറ്റവും വളരെ നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത്. 100 ദിവസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും 100 ദിവസം കൊണ്ട് നമുക്കൊരിക്കലും ഒരു സർക്കാരിനെ വിലയിരുത്താൻ കഴിയത്തില്ല. എങ്കിൽ പോലും നിലവിൽ ഇതുവരെ 100 ദിവസം കൊണ്ട് വളരെ മികച്ച രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം ഓണസമയത്തെ വിലക്കയറ്റങ്ങളും കാര്യങ്ങളുമൊക്കെ വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമ്മൾ സപ്ലൈക്കോയിലൊക്കെ ചെല്ലുകയാണെങ്കിൽ തന്നെ വളരെ വിലക്കുറവിലാണ് സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും കുറച്ച് വികസന കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ടെന്നാണ് ധാരണ. പിന്നെ അതിനൊക്കെ അപ്പുറത്ത് 100 ദിവസം കൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്നും തീരുമാനിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. പുതിയ സർക്കാരിൻ്റെ 100 ദിവസങ്ങൾ വളരെ മികച്ച പ്രവർത്തനം കൊണ്ട് തന്നെ ജനശ്രദ്ധയെ ആകർഷിച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഈ ഒരു ചുരുങ്ങിയ കാലയളവ് 100 ദിവസം എന്ന് പറയുമ്പോൾ ഒരു സർക്കാരിനെ വിലയിരുത്താനുള്ള സമയം പോലും ആയിട്ടില്ല. പക്ഷേ അതിനുള്ളിൽ തന്നെ സർക്കാർ പറഞ്ഞിട്ടുള്ള പ്രിയദർശിനി യാത്രയായാലും നമ്മുടെ അംഗനവാടി തൊഴിലാളികൾക്കുള്ള ശമ്പള വർധനമായാലും ആശാവർക്കർമാർക്കുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ച് അടക്കം സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു നേട്ടമാണ് പുതിയ സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതുപോലെ നമ്മുടെ പൊതുവിപണിയിലുള്ള ഇടപെടലൊക്കെ ഓണവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ്. സപ്ലൈകോയിലായാലും കൺസ്യൂമർ ഫെഡിലായാലും നിറയെ സാധനങ്ങളാണ്, സബ്സിഡി സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിന് മേടിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുകളും കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് ഈ വർഷം ഒന്നിനും അനുഭവപ്പെട്ടിട്ടില്ല. 10 വർഷത്തെ ഭരണം വളരെ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന UDF വളരെ മൃഗീയമായ ഭൂരിപക്ഷം കിട്ടി 102 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടൊക്കെ അധികാരത്തിൽ വന്നതാണ്. ഈ 100 ദിവസം കൊണ്ട് ഈ 10 വർഷത്തെ ഭരണത്തെ മൊത്തം പുറകോട്ട് കൊണ്ടുപോയി സമസ്ത ജനങ്ങൾ പാർട്ടി എതിരി പാർട്ടിക്കാരും, അതായത് പ്രതിപക്ഷ പാർട്ടിക്കാരല്ലാത്ത കോൺഗ്രസിൻ്റെ ആൾക്കാർ പോലും എത്രയോ ഭേദമായിരുന്നു പിണറായിയുടെ ഭരണം എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കേരളത്തെ മാറ്റിയെടുക്കുവാൻ ഈ 100 ദിവസം കൊണ്ട് കഴിഞ്ഞു. UDF സർക്കാരിൻ്റെ 100 ദിവസങ്ങൾ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ ജനങ്ങളോട് പറഞ്ഞു ആ ഗവൺമെൻറ്റിന് എത്രമാത്രം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പോകാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ട നാളുകളാണ്. ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ ആരോടാണ് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിലെ ഓരോന്നും പ്രത്യേകിച്ച് സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം ഒരു കപടതയാണ് മുഴുവൻ കാര്യങ്ങളിലും ഒന്ന് തെളിഞ്ഞു വരും. സ്ത്രീ സുരക്ഷാ പദ്ധതി മാറ്റിയിട്ട് അതിനെ അട്ടിമറിച്ചിട്ട് KSRTCയിൽ വനിതകൾക്ക് യാത്രാ സൗജന്യം അനുവദിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഓരോ പദ്ധതിയും അവർ നടപ്പിലാക്കുമ്പോൾ കഴിഞ്ഞ LDF ഗവൺമെൻറ് കൊണ്ടുവന്നതും ജനങ്ങൾക്ക് ഉപകാരപ്രദമായതുമായ പല കാര്യങ്ങളും തകർത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം എങ്ങനെ തകർക്കാമെന്ന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ UDF ഗവൺമെൻറ് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യമാണ്. ഓണം സർക്കാർ നല്ലപോലെ കൊണ്ടുവന്നുണ്ട്. ഈ 100 ദിവസം UDF സർക്കാർ പരിശോധിച്ച് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രിയദർശിനി ബസ്സും അങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം നല്ലൊരു മാറ്റമായിട്ട് വരുന്നുണ്ട്. അതിങ്ങനത്തെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് പറയുന്നത്. സർക്കാർ 100 ദിവസം പൂർത്തിയാക്കിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വിലയിരുത്താനുള്ള സമയമായെന്ന് തോന്നുന്നില്ല. ഒരു 6 മാസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് സർക്കാർ വിലയിരുത്താൻ പറ്റുള്ളൂ. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഓക്കെയാണ്. പെൻഷൻ കൊടുത്തതും ഓണക്കാലത്തെ ആളുകൾക്ക് പണം എത്തിച്ചതും ഒക്കെയാണ്. മിഷനൊക്കെ കറക്റ്റാണ്. എത്രത്തോളം ഇംപ്ലിമെൻറ്റേഷൻ ഇനി കറക്റ്റായിട്ട് വരും, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും എന്നുള്ളത് ഒരു 6 മാസം കാലാവധിയെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് വിലയിരുത്താൻ പറ്റൂ. കഴിഞ്ഞ 100 ദിവസം കൊണ്ടുള്ള ഭരണം കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു രീതിയിലുള്ള ഭരണമാണ് കാഴ്ചവെക്കുന്നത്. എല്ലാ മേഖലകളിലും ജനങ്ങൾ സന്തോഷകരമാണ്. സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇത്രയും ആശ്വാസകരമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞതിൽ ഒരു സാധാരണ ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ എനിക്കത് വളരെയധികം സന്തോഷമുണ്ട്. 100 ദിവസങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. കാര്യങ്ങൾ അവർ കുറേ കൂടെ വ്യക്തതയോടെ ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് തോന്നുന്നുണ്ട്. സപ്ലൈകോ വഴി വലിയ രീതിയിൽ ഫണ്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ട് ആളുകളിലേക്ക് ഓണത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി അവർ കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് നിലവിൽ വ്യക്തമല്ല. കാരണം പല രീതിയിൽ നിന്നും കടമെടുക്കുകയും
കാര്യങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, ഇതിൻ്റെ ഒന്നും ഒരു വ്യക്തത വരുന്നില്ല. അതുപോലെ തന്നെ 100 ദിവസമായിട്ട് പുതിയ പദ്ധതികളൊന്നും പ്രഖ്യാപിക്കുന്നില്ല. അതുപോലെ തന്നെ KSRTCയിൽ മാസാമാസം നല്ല രീതിയിൽ ഫണ്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മുൻവിധി ഇല്ലാതെ KSRTCക്ക് വേണ്ടി ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചതുപോലെ തോന്നി. ഇതുവരെ വലിയ രീതിയിൽ കുഴപ്പമില്ലാതെ പോയി എന്ന് പറയും. പിന്നെ ഓപ്പറേഷൻ തൂഫാനൊക്കെ വലിയ രീതിയിൽ ആൾക്കാരുടെ ജനപിന്തുണയുടെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതുപോലെ കുറച്ചും കൂടെ ജനകീയമായിട്ട് പോയിരുന്നാൽ അടുത്തൊരു തുടർഭരണം ഇവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.